എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു വലിയ ആഴ്ച കഴിഞ്ഞ് ഇന്ന് നമ്മുടെ പുതുഞായറിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ആഴ്ച എന്ന് നമ്മൾ പറയുമ്പോൾ പാപികളെ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ഒരു സന്ദേശവുമായി കടന്നു വന്ന ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് പാപികളോട് മാനസാന്തരപ്പെടാനും നല്ല വഴിക്ക് തിരിയാനും ആവശ്യപ്പെട്ട് കടന്നു വന്ന ദൈവപുത്രന്റെ ആ ഒരു പീഡാസഹന ആഴ്ച നമ്മൾ ആചരിച്ച ശേഷം നമ്മളൊരു കാര്യം ആലോചിക്കണം. ആ ദൈവപുത്രന്റെ പേരിലുണ്ടായിരുന്ന കുറ്റം എന്തായിരുന്നു? എന്തിനാണ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചത്? അദ്ദേഹം ചെയ്ത കുറ്റം ദൈവദൂഷണം ചെയ്തു, ദൈവദൂഷണം പറഞ്ഞു എന്നതായിരുന്നു. ദൈവപുത്രനെ കുരിശിലേക്ക് കൊന്നത് ദൈവദൂഷണം പറഞ്ഞു എന്നതിന് ദൈവം തന്നെ ദൈവദൂഷണം പറഞ്ഞു എന്ന് ആരോപിക്കുന്നു. ഈ ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കാരെ, അക്രമികളെ മാനസാന്തരപ്പെടുവിൻ, സത്യത്തിന്റെയും നീതിയുടെയും ജനസേവനത്തിന്റെയും പാതയിലേക്ക് തിരിച്ചു വരുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഡൽഹിയുടെ തെരുവീതികളിൽ, ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ അലയടിച്ച കേജ്രിവാളിന്റെ ആം ആദ്മികളുടെ ആ ശബ്ദം അദ്ദേഹത്തെ ഇന്ന് ജയിലിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്താണ്? അഴിമതി ചെയ്തു എന്ന്. അഴിമതിക്കെതിരെ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പോരാളിയായ ഒരു മനുഷ്യനെ കുറ്റം വിധിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കുറ്റമാണ് അഴിമതി ചെയ്തു എന്നത്. ദൈവപുത്രനെ ദൈവദൂഷണത്തിന് കുരിശിലേക്ക് ഒരു സമൂഹത്തിൽ നിന്ന് നമുക്കിതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഈ അഴിമതി അക്രമവും തുടച്ചു നീക്കി നീതിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിലൊക്കെ തിരിച്ചു വന്നില്ലെങ്കിൽ യേശു ജെറുസലേമിലെ അമ്മമാർക്ക് കൊടുത്ത ഒരു ഉപദേശം മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. നമുക്കറിയാം, ആ യഹൂദ ജനത്തിന്റെ ഭാവി പിന്നെ എന്തായി തീർന്നു? അവർ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ വളരെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് യുദ്ധവും കഠിനവും ദാരിദ്ര്യവും ആയിട്ട് അവർ കഴിയുകയാണ്. ആ ഒരു ഭാവി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ അഴിമതിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു രാജ്യമാക്കി മാറ്റിയില്ലെങ്കിൽ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ കണ്ടു നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചൈന, റഷ്യ, ഇവിടെയൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾ എത്രയോ പേരാണ് അവരുടെ ജീവിതാന്ത്യം എത്താതെ തടങ്കൽ പാളയങ്ങളിലും അടിമ പോലെയുള്ള ജയിലുകളിലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ, ജീവിത സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇന്ന് ഒരു നല്ലൊരു സ്ഥിതിയിലാണ്, ഇനി ഒരിക്കലും മോശമാകില്ല എന്നാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വന്നൊരു രാജ്യമാണ് USSR. ആ റഷ്യ ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയുടെ കൈകളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന കുട്ടികളോട് നിർബന്ധിത സൈനിക സേവനത്തിന് ചേരാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ്? യുക്രൈനിൽ പോയി യുദ്ധം ചെയ്യാൻ. ശരിയായ പരിശീലനം പോലും കൊടുക്കാതെ ഈ അമ്പാറ്റകളെ പോലെ യുക്രൈനിൽ പിഴഞ്ഞു വീണ് മരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മുടെ കുട്ടികളെ തന്നെയാണ്. നാളെ ഒരു ഏകാധിപതിയുടെ കരങ്ങളിൽപ്പെട്ട നമ്മുടെ രാജ്യം ഞെരിഞ്ഞമർന്ന് നമ്മുടെ കുട്ടികളും ഇതുപോലെ ഈ അമ്പാറ്റകൾക്ക് വേണ്ടി, ഈ അമ്പാറ്റകളെ പോലെ ഏകാധിപതിയുടെ പരീക്ഷണങ്ങളിൽ ആത്മീയതയോടെ വീണ് ജീവൻ പൊലിയാതിരിക്കണമെങ്കിൽ ആ ഏകാധിപത്യത്തിന്റെ സാധ്യതകളെ തന്നെ നമ്മൾ തകർത്തെറിഞ്ഞു മതിയാവൂ. ഈ നാട്ടിൽ നിന്ന് ഏകാധിപത്യത്തെയും അഴിമതിയെയും നമ്മൾ തുടച്ചു നീക്കിയില്ലെങ്കിൽ
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും വേറെ വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.